അതെ അതെ, ശേഖരൻ നമ്പർ ആദ്യം ഒന്ന് മുട ഇറക്കി. മന്ത്രി മാധവൻ ഈടിനെ വിടുന്നു പറഞ്ഞപ്പോൾ ആളൊന്ന് പേടിച്ചു. ഇനിയിപ്പോൾ ലേലത്തിൽ അപ്പോൾ ലേലത്തിൽ സമ്മതിക്കാതിരിക്കാൻ പുള്ളിക്ക് പറ്റില്ലല്ലോ. പോളേട്ടൻ ഉണ്ണിയൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഞാൻ അവിടെ കാർത്തികനെ കാണാൻ വന്നാ. ഈ വാതിലൊക്കെ തുറന്നിട്ടിട്ട് കാർത്തികനോടെ പോയി. കാർത്തികേയോ, കാർത്തികേ. ശിവദാസോ, ആ നീ കക്കൂസില. കാർത്തികേയ, കാർത്തികേയോ, കാർത്തികേ. സവാരി ഗിരിഗിരി. നീ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പറ്റിയിരിക്കണേ. ടെൻഷൻ ടെൻഷൻ. ലേലോ അല്ലേ മോനെ. കാർത്തികേയ, കാർത്തികേ. ശിവദാസ, സവാരി ഗിരിഗിരി. നീ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പറ്റിയിരിക്കണേ. ടെൻഷനാടോ ടെൻഷൻ. എന്ത് ടെൻഷൻ? ലേലോ അല്ലേ. പോളേട്ടൻ എന്തായോ ആവോ. ആ ഉണ്ണി, പോളേട്ടനൊന്ന് കൊടുത്തേ. ആ പോളേട്ടാ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ആ കാർത്തികനോടെ ഉണ്ട്. ഇങ്ങനെ ഇതെന്തായി കാണിക്കണേ? കട്ട് കട്ട് കട്ട്. ആ അതോ ഓക്കെ, അതോ. ഇയാൾ എന്തായി കാണിക്കുന്നത്? ശിവദാസ, എൻ്റെ സിഗരറ്റ് കാണുന്നില്ല. ഒരു സിഗരറ്റ് തരുമോ? ഓ സിഗരറ്റ്. അയ്യേ ബീഡിയോ. ഞാൻ ഡേവിഡ് ഓഫേ വലിക്കുള്ളൂ എന്ന് അറിയാലോ. ഓ ഡേവിഡ് ഓഫാ നീ വലിക്കൂ? കട്ട്. അത് കിട്ടും. അതല്ലേ ഒരു ശീലം. ഓ അവൻ്റെ ഒരു ശീലം. വെറുതെ വായിൽ വെച്ച് തുപ്പിക്കളയാനല്ലേ? ഇതൊക്കെ മതി. കട്ട്. അല്ലെങ്കിൽ തന്നെ നീ വില കൂടിയ സിഗരറ്റ് വാങ്ങിച്ച് മൊത്തം കാശും കളഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം കാശിന് ആവശ്യമുള്ള സമയമാണ്. നിന്റെ തന്തയെ പോലെ നീയും ദൂരത്തടിച്ച് കളയല്ലേ. അവിടെ തെറ്റി. ചെലവ് ചുരുക്കണം, അല്ലാതെ തന്തയെ പോലെ ദൂരത്തടിച്ച് കളയല്ല വേണ്ടേ. ക്യാമറ നോക്കിയാ അങ്ങനെ പറയില്ല ശിവദാസ. ഒന്നില്ലെങ്കിൽ നിന്റെ കയ്യിലെ പിച്ചാത്തി എടുത്തു മാറ്റി നിന്നെ ജീവിക്കാൻ പഠിപ്പിച്ച വലിയ മനുഷ്യനല്ലേ എൻ്റെ അച്ഛൻ നീലകണ്ഠൻ. ഉവ്വ, അതാ ശേഖരന് മുന്നിൽ ഞാൻ വലിയ വീരവാദം. ഉവ്വ, അത് ഞാൻ ആ ശേഖരന് മുന്നിൽ ചുമ്മാ പഞ്ചിടയില് പഠിച്ചതല്ലേ. കട്ട്. ഓക്കെ. എടാ ഭാനുമതി ആൻറ്റി കാണാതെ ഒരു സ്മോൾ അടിക്കാൻ വേണ്ടി എൻ്റെ പിച്ചാത്തി കൊണ്ട് വിറ്റ് അതുകൊണ്ട് കള്ളു കുടിച്ചവനാണ് നിന്റെ ഡാഡ് മംഗലശ്ശേരി നീലകണ്ഠൻ. അതുകൊണ്ട് കറക്റ്റാണ്. ആ സാധനം കറക്റ്റ്. അതോടെ ഇരിക്കട്ടെ. ചിലപ്പോൾ എടാ ഭാനുമതി ആൻറ്റി കാണാതെ ഒരു സ്മോൾ അടിക്കാൻ വേണ്ടി എൻ്റെ പിച്ചാത്തി കൊണ്ട് വിറ്റ് അത് വെച്ച് കാശുണ്ടാക്കി പുള്ളി കുപ്പി വാങ്ങി അടിച്ചവനാണ് നിന്റെ ഡാഡ് മംഗലശ്ശേരി നീലകണ്ഠൻ. അത് മതി. ഞാൻ മറ്റേത് നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ കാർത്തികേയ. ഇത് ഉണ്ണിയുള്ള ആ ഉണ്ണി. ആ കാർത്തികനോട് കട്ട്. ഓക്കെ. ഞാനിത് പോളേട്ടൻ. ആ പോളേട്ടാ. ആ കഥേ പോളേട്ടൻ. കട്ട്. ഓക്കെ. 6,00,000. ഒരു മിനിറ്റ് ശിവദാസ, ശിവദാസ. ഡേ ഈ കാൽക്കുലേറ്റർ എടുത്തിട്ടേ ഞാൻ പറഞ്ഞൊന്ന് കൂട്ടിയേ. എന്താ? 6,30,712. അതിൻ്റെ ഡബിൾ 1,12,74,000. ആ 12,74,000. റൗണ്ട് ഈ പോളേട്ടാ 13,000 ആക്ക്. ഓക്കെ ശരി. ഓക്കെ കട്ട്. പോളേട്ടൻ
ഓക്കെ. ആക്ഷൻ. ആ ഫോണുകൾ തന്നെ ഇത് വില കൂടിയ ഫോണാ, അല്ലാതെ നിനക്ക് എറിഞ്ഞു പൊട്ടിക്കാൻ പറ്റുന്ന നിന്റെ ലാൻഡ് ഫോണല്ല. കട്ട്. ഓക്കെ. ആക്ഷൻ. യെസ്. അപ്പോളാ കാർത്തിയോടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കണേ. യോ കാർത്തി അതാണ് കട്ട്. ഓക്കെ. ആക്ഷൻ. ഫോൺ അടിക്കുന്നു. പോളേട്ടൻ. ഓക്കെ. ഗെയിം കളിക്കട്ടെ. വീണ്ടും ഫോൺ അടിക്കുന്നു. പോളേട്ടൻ. ഇതൊന്ന് കൂട്ടി കൊടുക്കി 30 ഓക്കെ. കട്ട് പോരെ. എന്തൊക്കെ ആക്ഷൻ. ഫോൺ അടിക്കുന്നു. പോളേട്ടൻ. വിളിക്കുന്നത് പോളേട്ടാ. കൂട്ടി വെക്ക് വിളിക്കുന്നത്. കണക്ക് തെറ്റരുത്. ആ 30 ഇഞ്ചു 30. ഓക്കെ. വേറെന്താ പറയാ? വീണ്ടും മോളാട്ടം വിളിക്കുന്നു. നിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ ആളെ ആകട്ടെ. പോളാട്ടം വിളിക്കുന്നു. നിക്ക് ആക്ഷൻ പറയട്ടെ. ഓക്കെ. ആക്ഷൻ. പോളാട്ടം വിളിക്കുന്നു. പോളേട്ടൻ. പോളേട്ടാ അതുങ്ങളും നിർത്തിക്കോ. മതി, പരിപാടി വേണ്ട. എന്താ ചേച്ചി? മതി. കട്ട് ചെയ്തു. ആക്ഷൻ. ഇയാളിത് എന്താ നോക്കണേ? എടാ എൻ്റെ ഒരു സിഗരറ്റ് കാണാനില്ല. ഒരു സിഗരറ്റ് തരുമോ? സിഗരറ്റ്. എന്നാ ബീഡിയല്ലേ ഇത്? ഞാൻ ഡേവിഡ് ഓഫേ വലിക്കാറുള്ളൂ. നീ ഡേവിഡ് ഓഫ് വലിക്കൂ. കട്ട്. ഓക്കെ. ആക്ഷൻ. ഇങ്ങനെ എന്തായി കാണിക്കുന്നേ? എൻ്റെ സിഗരറ്റ് കാണുന്നില്ല. ഒരു സിഗരറ്റ് തരുമോ? അവൻ്റെ ഒരു സിഗരറ്റ്. ഇത് ബീഡിയല്ലേ? ഞാൻ ഡേവിഡ് ഓഫേ വലിക്കൂ, അറിയാലോ. നീ ഡേവിഡ് ഓഫേ വലിക്കൂ. കട്ട്. നോട്ടെ. ആക്ഷൻ. നീ ഡേവിഡ് ഓഫേ വലിക്കൂ. അതാണല്ലോ ഒരു ശീലം. ശീലം വായിൽ വെച്ച് തുപ്പിക്കളയാനല്ലേ? ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ? അവൻ്റെ ഒരു മേക്ക് ബിലീഫ്. കട്ട്. ഇത് ലാലേട്ടർ അല്ലെങ്കിൽ തന്നെ നീ വില കൂടിയ സിഗരറ്റ് വാങ്ങിച്ച് പൈസ മൊത്തം കളയാണ്. പൈസക്ക് ഇച്ചിരി പുറമെയായിട്ട് ചിലവാക്കണം. അച്ഛനെ പോലെ ദൂർത്തടിച്ച് പൈസ ചിലവാക്കല്ലേ? പറയില്ല. ആ സാധനം വന്ന അടുത്ത വലിയ ഡയലോഗ്. ആക്ഷൻ. നീ നിന്റെ തന്തയെ പോലെ ദൂർത്തടിച്ച് ചിലവാക്കാതെ. അങ്ങനെ പറയില്ലേ ശിവദാസ. ഒന്നില്ലെങ്കിലും നിന്റെ കയ്യിൽ നിന്ന് പിച്ചാത്തി എടുത്തു മാറ്റി നിനക്കൊരു ജീവിതം തന്ന ആളല്ലേ എൻ്റെ അച്ഛൻ മംഗലശ്ശേരി നീലകണ്ഠൻ. നോക്കട്ടെ. ആക്ഷൻ. അതല്ലേ എൻ്റെ അച്ഛൻ മംഗലശ്ശേരി നീലകണ്ഠൻ. അത് ഞാൻ ആ ശേഖരന് മുമ്പിൽ ചുമ്മാ 5 ഡയലോഗ് അടിച്ചതല്ലേ? ശരി. ഭാനുമതി ആൻറ്റി കാണാതെ ഒരു ചെറിയ സ്മോള് വാങ്ങാനായിട്ട് എൻ്റെ പിച്ചാത്തി കൊണ്ടുപോയി കുടിച്ചവനാണ് തൻ്റെ തന്ത മംഗലശ്ശേരി നീലകണ്ഠൻ. നോക്കട്ടെ. ആക്ഷൻ. എനിക്ക് തന്നാൽ മതി. മറ്റേത് നേരത്തെ റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. ഉണ്ണിയേ. ഉണ്ണി. പോളേട്ടനോട് പറയണം വെറുതെ ഞഞ്ഞാ വിളി വേണ്ട. ആരെന്ത് വിളിച്ചാലും നേരെ ഡബിൾ. ഓക്കെ. കളയാൻ നമുക്ക് സമയമില്ല. ഓക്കെ. കട്ട്. ഏത് റിയാക്ഷൻ അവിടെ കിട്ടിയ? ആക്ഷൻ. ഓക്കെ. എന്തോ മോനെ ഫോൺ പിടി. എടാ മറ്റവനോടില്ലേ മറ്റേ മാപ്പു
ഇല്ല, ഒന്നും പറഞ്ഞു കേട്ടില്ല. ചിലപ്പോൾ വനിതാ തിയേറ്ററിൽ പോയിട്ടുണ്ടാവും. ഇന്ന് ഒരുപാട് നടിമാർ അവിടെ വരുന്നുണ്ടല്ലോ. മണിയമ്പർ പുരുഷോത്തമൻ എന്തിനാ വനിതയിൽ പോകുന്നേ? ഓ, നീ പറഞ്ഞ മണിയമ്പർ പുരുഷോത്തമൻ മാപ്പു, ഞാൻ കേട്ടത് മാപ്ര എന്ന. ബെസ്റ്റ്. കട്ട്. എന്താവോ ആവോ തമ്മനെ ഫോൺ പിടി. മറ്റവനോടില്ലേ മറ്റേ മാപ്പു? ഒന്നും പറഞ്ഞു കേട്ടില്ല. ചിലപ്പോൾ വനിതാ തിയേറ്ററിൽ പോയിട്ടുണ്ടാവും. കുറേ നടിമാർ വരുന്നുണ്ടല്ലോ. മണിയമ്പർ പുരുഷോത്തമൻ എന്തിനാ വനിതയിൽ പോകുന്നേ? ഓ, നീ പറഞ്ഞ മണിയമ്പർ പുരുഷോത്തമൻ മാപ്പു, ഞാൻ കേട്ടത് മാപ്ര എന്ന. ബെസ്റ്റ്. കട്ട്. ഓക്കെ. കട്ട്. ഇനി ഓക്കെ വലിച്ചോട്ടെ. യെസ്. ആ പോളേട്ടാ. കട്ട്. ആ പൊള്ളേട്ടാ എന്തായി? ഡബിളോ? ശിവദാസ, ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത്. 6,30,30,712. അതിൻ്റെ ഡബിൾ 12,64,000. ആ പൊള്ളേട്ടാ 12,64,000. റൗണ്ട് ചെയ്തേക്ക്, നേരെ 13 ലക്ഷം പിടിച്ചോ. ഓക്കെ. പൊള്ളേട്ടൻ്റെ ഒരു കാര്യം. കട്ട്. ഓക്കെ. പൊള്ളേട്ടൻ്റെ ഒരു കാര്യം. ആ പൊള്ളേട്ടാ 13 ലക്ഷം. ശിവദാസ ഒന്നും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത്. എത്ര പൊള്ളേട്ടാ? 13,00,000. ഓക്കെ. കട്ട്. വീണ്ടും അയ്യോ പോളേട്ടൻ, എൻ്റെ പോളേട്ടാ, നിങ്ങൾ എത്ര കാലമായി പളി തുടങ്ങിയിട്ട്? നിങ്ങളൊക്കെ എന്താ ഒരു കണക്കൂട്ടാൻ പോലും അറിഞ്ഞൂടെ? ലേലം വേണ്ട, ഒരു പിണ്ണാക്കും വേണ്ട. നിങ്ങൾ ഇറങ്ങിപ്പോ പോളേട്ടാ. ഞാൻ ഫോണ് വന്നേ. എന്താ മോനെ ഇത്? നിൽക്ക് അതെവിടെ ഇരുന്നു നേരത്തിന്? ഇത് ഇച്ചിരി വില കൂടിയ ഫോണാ, അല്ലാതെ നിന്റെ എറിഞ്ഞു പൊട്ടിക്കാനുള്ള ലാൻഡ് ഫോണല്ല. ശിവദാസ എന്താടാ ആ ബീഡി ഒന്ന്. ബീഡിയെങ്കിൽ ബീഡി, സവാരി ഗിരിഗിരി. ഇതാണ് ഉദ്ദേശ സാധനം. ഞാനവിടെ ഒന്നുകൂടെ എടാ, ഇത് ഇച്ചിരി വില കൂടിയ ഫോണാ, നിനക്ക് എറിഞ്ഞു പൊട്ടിക്കാനുള്ള ലാൻഡ് ഫോൺ അല്ല. ഓ ശിവദാസ, എന്താടാ? ബീഡി, ബീഡിയെങ്കിൽ ബീഡി, സവാരി ഗിരിഗിരി. ഇതാണ് ഉദ്ദേശിച്ചത്. എന്ത്? ആ